പ്രതാപ, നീ ചേച്ചി, ദേഷ്യപ്പെടൽ ക്ഷമിക്കണം. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. രാജു, നിന്റെ ഋതിക മേഡം നിന്നോട് പറഞ്ഞ നീ എന്തും ചെയ്യോ? വർമ്മ സാറേ, അത് എന്ത് വലിയ മനസ്സാ ശരിക്കും നിനക്ക്? നിന്റെ മനസ്സിൽ ഞങ്ങളൊക്കെ ശരിക്കും ആരാണ്? എന്റെ മകൾക്ക് ദീപക്കുമായിട്ടുള്ള വിവാഹം ഇഷ്ടമില്ലാന്ന് വെച്ച് അവള് പറഞ്ഞൊരു നുണ, അതിന് കൂട്ടുനിന്ന് ഇത്രയും നാളും സ്വയം ഉരുകി ഉരുകി നീ എങ്ങനെ കഴിഞ്ഞുടാ? എങ്ങനെ സഹിച്ചോടാ നീ ഒറ്റയ്ക്ക്? നീ പറഞ്ഞത് സത്യമാ. നീ പലതവണ സത്യം എന്നോട് പറയാൻ തുടങ്ങിയതാ. പക്ഷേ അന്നൊക്കെ ഞാൻ നിന്നെ തടഞ്ഞു. നീ പറയുന്നത് കേൾക്കാൻ ഞാൻ മനസ്സ് കാണിച്ചില്ല. എന്നോട് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥതയുള്ള എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്ന നിന്നെ ഞാൻ സംശയിച്ചു. നീ പറഞ്ഞ വാക്കുകൾ ഞാൻ കേട്ടില്ല. നിന്നെ ഞാൻ അവിശ്വസിച്ചു. പക്ഷേ നീ എന്നോടുള്ള സ്നേഹം കൊണ്ടും എന്നോടുള്ള ബഹുമാനം കൊണ്ടും എന്റെ മകളായ നിന്റെ ഋതിക മേഡത്തെ നീ എന്നെ സംരക്ഷിക്കും പോലെ സംരക്ഷിച്ചു. എത്ര നല്ല മനസ്സാ രാജു നിന്റേത്. നിന്നോട് എന്താ പറയണമെന്ന് എനിക്കറിയില്ല. നിന്നെ വെറുക്കാൻ എന്തിനാ എനിക്ക് മനസ്സ് വന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ഋതികയെ വിവാഹം കഴിച്ചെന്ന് അറിഞ്ഞപ്പോ ഞാൻ ഒരുപാട് നിന്നെ വെറുത്തുപോയി. പക്ഷേ നിന്റെ ക്വാളിറ്റീസ് എന്താണെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ വിവാഹം ഞാൻ അംഗീകരിച്ചത്. ഇപ്പൊ പറ, ഒരു വാക്ക് നീ പറഞ്ഞാ മതി, എനിക്ക് സമ്മതം. എന്റെ മകളെ നിന്റെ കൈപിടിച്ചേൽപ്പിക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതം. നിന്റെ ഒരേ ഒരു വാക്ക്, എന്റെ മകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് നീ പറഞ്ഞ ഞാനത് ഇപ്പൊ നടത്തിത്തരും, ഇവിടെ വെച്ച്.